ഇന്നും ഈ വചനത്തിൻ്റെ അടുക്കിലേക്ക് നാം വരുന്നു. ദൈവം ഈ വചനത്താൽ നമ്മെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് ആത്മാവിൻ്റെ നിയോഗമുള്ള വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ കൂടെ വായിക്കാമോ? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവം ഈ വചനങ്ങളാൽ രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാൻ നമ്മുടെ ഹൃദയം തുറന്ന് ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ ഭാഗമാണിത് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. 66 പുസ്തകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. അതിൻ്റെ 22 അധ്യായങ്ങളിൽ 21-ാം അധ്യായമാണ് നമ്മൾ ഈ വായിച്ചത്. വെളിപ്പാട് പുസ്തകം മുഴുവൻ ദർശനങ്ങളും വെളിപ്പാടുകളുമാണ്. അങ്ങനെയുള്ള വെളിപ്പാടുകളിൽ ഈ പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ വെളിപ്പാടാണ് 21-ാമത്തെ അധ്യായം. പിന്നെ ഒരു അധ്യായം കൂടെ ഉണ്ട്, അത് കുറേ ഉപസംഹാരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് 22-ാം അധ്യായം. 21-ാം അധ്യായമാണ് ദർശനങ്ങളുടെ ഒടുവിലത്തെ ദർശനം. ആ ദർശനം ഈ അധ്യായം മുഴുവൻ വിശദീകരിക്കുകയാണ്. എന്നാൽ ആ ദർശനം എന്താണെന്ന്, അതിൻ്റെ കേന്ദ്ര വിഷയം എന്താണ് എന്നാണ് ഈ 2 വേദഭാഗങ്ങളിലൂടെ വായിച്ച് കേൾപ്പിച്ചു. നമ്മൾ 9-ഉം 10-ഉം വാക്യങ്ങളിൽ വായിച്ച കാര്യം, ദർശനം ഇത് കാണിച്ചു കൊടുക്കുന്നത് ചില ദൂതന്മാരെ ഉപയോഗിച്ചൊക്കെയാണ് ഈ ദർശനങ്ങൾ പലതും കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാർ എന്ന് പറഞ്ഞാൽ അവസാനമായി ഭൂമിയുടെ മേൽ നടത്തുവാനുള്ള ന്യായവിധി നടത്താൻ ദൈവം നിയമിച്ചിട്ടുള്ള 7 ദൂതന്മാരുണ്ട്, സ്വർഗീയ ദൂതന്മാരുണ്ട്. ഇതങ്ങ് ഓഫ് ചെയ്യാം, അല്ലെ ഒന്ന് തിരിച്ചു വെക്കാം. ഓക്കെ, എൻ്റെ നേരെ അടിക്കായിരുന്നു. അവരാ ന്യായവിധി നടത്തി. അവർ വളരെ പ്രധാനപ്പെട്ട റോളുള്ള, സ്ഥാനമുള്ള ദൂതന്മാരാണ്. അവരിലൊരാൾ വന്ന് ഈ ദർശനം കണ്ട യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനോട് ഒടുവിൽ പറയുകയാണ്, വരിക, ഇനി ഒരു ദർശനം കാണിക്കാം. ആ ദർശനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് വാസ്തവത്തിൽ താഴെ കാണുന്നത് ആ കാന്തയായ മണവാട്ടി താമസിക്കുന്ന വീടാണ് കാണിച്ചു കൊടുക്കുന്നത്. വീട്ടിനകത്ത് മണവാട്ടി ഉണ്ട്, കൊണ്ട് വീട് കൊണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി എന്നാണ്. ഞാൻ പറയുന്ന ഈ പ്രയോഗം
ഇതിനകത്തിരിക്കുന്നവർക്കും ഈ സുവിശേഷ ഭാഷ പരിചയമില്ലാത്ത പുറത്തുള്ളവർക്കും മനസ്സിലാകത്തക്കവണ്ണം ഒന്ന് ലളിതമായി ഈ കാര്യങ്ങൾ പറയാനാണ് തുടക്കത്തിൽ ഞാൻ വിചാരിക്കുന്നത്. അവിടെ പിന്നെ നമ്മൾ ആദ്യ ഭാഗത്ത് വായിച്ചത് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു നഗരം കാണിച്ചു കൊടുത്തു വന്നു. ഇപ്പം മണവാട്ടി, ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടി എന്നൊക്കെ പറയും. എന്താണെന്നോ ഈ പറയുന്നതിൻ്റെ എല്ലാം കൂടെ അർത്ഥം? സുവിശേഷം പറയുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം കൂടി എന്താ? അതിൻ്റെ എല്ലാം കൂടെ ചുരുക്കമാണ് ഒടുവിൽ പറയുന്ന ഈ ഒരു ദർശനം. വേദപുസ്തകത്തിലെ ഭാഷ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമാക്കിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പുസ്തകമല്ല. അതിൻ്റെ ഭാഷയും ശൈലിയും എല്ലാം അങ്ങനെയാണ്. അത് പ്രത്യേകം സമയമെടുത്ത് മനസ്സിരുത്തി പഠിക്കേണ്ടതും അത് പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ പുസ്തകം മനസ്സിലാവില്ല. എന്നാൽ ഈ ഒടുവിലത്തെ കാര്യം വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. മണവാട്ടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ മേലാത്ത മനുഷ്യർ മലയാളക്കരയിലുണ്ടാവില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന വാക്കില്ലേ മണവാട്ടി എന്ന് പറഞ്ഞാൽ? കല്യാണം ഉറച്ചിരിക്കുന്ന പെണ്ണിനെയല്ലേ മണവാട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ അങ്ങ് ഉപയോഗിച്ചിരിക്കുക. മണവാട്ടി എന്ന വാക്കു മാത്രമല്ല നമുക്ക് മനസ്സിലാകുന്നത്, ആ ആശയങ്ങളും നമുക്ക് മനസ്സിലാവും. കാരണം അത് ഏറെക്കുറെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മണവാളൻ മണവാട്ടി. കല്യാണം ആലോചിക്കുന്നു, കല്യാണം ഉറയ്ക്കുന്നു, കല്യാണം നടത്തുന്നു. ഇത് ലോകവ്യാപകമല്ലേ? എല്ലാ ജാതിയിലും മതത്തിലും എല്ലാം ഇത് നടക്കുന്നില്ലേ? കല്യാണമെന്ന് പറയുന്ന ആ ഒരു കാര്യം, അതിൻ്റെ ശാസ്ത്രങ്ങൾ, ആ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാ ജാതിയിലും മതത്തിലും ഏറെക്കുറെ ധാരണകൾ ഒന്നാണ്. കാരണം ഇത് കേവലം ഒരു മതപരമായ ഒരു കാര്യമല്ല, അത് സൃഷ്ടിപ്പിൻ്റെ ഒരു കാര്യമാണ്. മനുഷ്യ സൃഷ്ടിപ്പിലെ ഒരു ഭാഗം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് പറഞ്ഞിരിക്കുകയാണ്. അതിലൊരു വാക്കൂടെ ഞാൻ ചേർത്ത് പറയണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ സാധാരണ മണവാട്ടിയുടെ കാര്യം അല്ലി പറയുന്നത്. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൂടെ ഞാൻ പറയണം. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാവില്ലേ, ആടിന് മണവാട്ടി ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രസംഗത്തിന് പ്രസക്തിയില്ലാതെ വരില്ലേ? അപ്പോൾ എന്താണ് ഈ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പെന്തിക്കോസുകാർക്ക് തിരിയുന്ന ഭാഷയാവും. പക്ഷേ ഈ സുവിശേഷം കേൾക്കുന്ന ഒരു പെന്തിക്കോസുകാർ മാത്രമല്ലല്ലോ. മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ സുവിശേഷം? നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ. ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറയേണ്ടതുമാണ്. കുഞ്ഞാടിൻ്റെ കാന്ത എന്നോട്. അപ്പം കുഞ്ഞാടെന്ന് വേദപുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ആളിനെ കുറിച്ചാണ്. അല്ലാതെയും ആടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രയോഗം ഒരു പ്രത്യേക ആളിനെ കുറിച്ചാണ്. ആ ആളെന്ന് പറയുന്നത് യേശുക്രിസ്തു ലോകത്തിൽ ജഡമെടുത്ത് വന്ന് ശിശുവായി ജനിച്ചു, കന്യക മറിയയിൽ ജനിച്ചു. കേവല മനുഷ്യനായിട്ടല്ല, ദൈവം ശരീരമെടുത്ത് ഒരു സ്ത്രീയിലൂടെ വന്നതാണ്, പുരുഷബന്ധമില്ലാതെ. അങ്ങനെ ദൈവം ശരീരമെടുത്ത് ഭൂമിയിൽ വന്ന യേശു ദൈവം തന്നെ. പക്ഷെ ലോകത്തിൽ വരാൻ ഉപയോഗിച്ച മാർഗം അങ്ങനെയാണ്. അല്ലാതെ വരാമായിരുന്നു. പക്ഷെ വന്നാൽ
നമുക്കാർക്കും അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ദൈവം ഭയങ്കര തേജസ്സിൽ വസിക്കുന്ന ആളാണ്. അവിടുന്ന് ഈ ഭൂമിയിലെ ജഡവാസം എല്ലാം കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. കയറിപ്പോയ ശേഷം ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു മനുഷ്യൻ, ശൗൽ എന്നൊരുത്തൻ, ഈ യേശുവിനെ ഒന്ന് കണ്ടു. യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. സൂര്യനെ ഒന്ന് നോക്കി കണ്ണ് താഴ്ത്താക്കുന്ന പോലെ ഒരു വലിയ മിന്നൽ ഇങ്ങോട്ട് വന്നു. സൂര്യൻ്റെ വെളിച്ചത്തെ കവിയുന്ന ഒരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ ചുറ്റും മിന്നി. കണ്ണും പൊട്ടി താഴെ കിടക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും ഒരു മിനിറ്റ് നേരം സൂര്യനെ, ശോഭിച്ച് നിൽക്കുന്ന സൂര്യനെ നോക്കാൻ കഴിവുള്ള മനുഷ്യരാരെങ്കിലും ലോകത്തിലുണ്ടോ? ആരുമില്ല. നോക്കിയാൽ നിങ്ങളുടെ കണ്ണ് പൊട്ടി എന്നുള്ള ഉറപ്പാണ്. അപ്പം അങ്ങനെ വലിയ പ്രഭയിൽ ജീവിച്ചിരുന്ന ഈ ദൈവം സൂര്യൻ ഇപ്പം താഴോട്ടിറങ്ങി വന്ന് നമുക്കാരുകൊണ്ട് അടുത്ത് ചെല്ലാൻ പറ്റുമോ? അതുപോലെ ഈ ദൈവം അവിടുത്തെ പ്രഭയിൽ വന്നാൽ മനുഷ്യർക്കാർക്കും അടുത്ത് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് മനുഷ്യർക്ക് വരാൻ വേണ്ടി നമുക്ക് സമീപിക്കാൻ കഴിവുണ്ടാകേണ്ടതിന് ഏത് മനുഷ്യനും, പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവർക്കും സമീപിക്കാൻ കഴിവുണ്ടാകേണ്ടതിന് താണിറങ്ങി ഒരു മനുഷ്യനെ പോലെ വരാൻ ദൈവം എടുത്ത മാർഗം അതായി. പക്ഷെ ആ യേശുവിനെ കണ്ടാൽ അവിടുത്തെ അസൽ ആളാരാണ് എന്ന ആൾക്ക് മനസ്സിലാവില്ല. കണ്ടാൽ അവർ വിചാരിക്കും ഒരു സാധാരണ മനുഷ്യൻ വന്നിരിക്കുന്നു. നാട്ടുകാരുടെ അറിവിൽ യോസഫിൻ്റെയും മറിയയുടെയും മകൻ വന്നിരിക്കുന്നു. ആ നാട്ടിൽ ജീവിച്ച രണ്ടുപേരാണ് യോസഫും മറിയയും. അവരുടെ മകൻ വന്നിരിക്കുന്നു എന്നേ ആളുകൾ പറയുള്ളൂ. കാരണം അങ്ങനത്തെ രൂപമാണ്. എന്നാൽ അവിടുന്ന് ഈ ലോകത്തിൽ വന്നത് വലിയ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. അത് എന്തിനാണെന്നും അവിടുന്ന് ആരാണെന്നും പരിചയപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുത്തനെ അതിനുവേണ്ടി മാത്രം ജനിപ്പിച്ചിരുന്നു. അവിടുത്തെ ജനനത്തിന് അല്പം മുമ്പ് ഒരുത്തനെ ജനിപ്പിച്ചു. അതും സാധാരണ ഒരു ജനനമായിരുന്നില്ല എന്നറിയാമല്ലോ. ജനനം സാധാരണമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭധാരണ കാലം കഴിഞ്ഞ് നല്ല വയസ്സായ ശേഷം ഗർഭം ധരിക്കാൻ ഒരു സാധ്യതയില്ലാത്ത സമയം ദൈവികമായ പ്രത്യേക സന്ദർശനത്താൽ മാനുഷിക ബന്ധത്തിലാണ് ജനനം. പക്ഷേ അവരുടെ ഗർഭപാത്രം ഒന്നുകൂടി ജീവിപ്പിക്കപ്പെട്ട് അങ്ങനെ ഗർഭിണിയായി പ്രസവിച്ച് ഒരു മകനെ ഭൂമിയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേര് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് യോഹന്നാൻ സ്നാപകൻ എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി ആളുകളെ സ്നാനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് വിളിച്ച പേരാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ഈ പിന്നാലെ വരുന്ന ഈ ഇത്ര കൂടിയ ആൾ ദൈവമാണ് വരുന്നത്, ലോകത്തിൻ്റെ രക്ഷകനാണ് വരുന്നത്, ലോകത്തിൻ്റെ ന്യായാധിപതിയാണ് വരുന്നത്, ലോകത്തെ മുഴുവൻ ഭരിക്കാനുള്ളവനാണ് വരുന്നത്. ആ ആളിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. അപ്പൊ യേശു പരസ്യ രംഗത്ത് വരുമ്പോൾ ആദ്യം യേശു പരസ്യമായ രംഗത്ത് വരുന്നത് സ്നാനമേൽക്കാൻ വേണ്ടിയാണ്. ആ സ്നാനമേൽക്കാൻ വന്ന യേശുവിനെ ഈ യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തിയത്, നോക്കൂ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. നമ്മുടെ ഇന്നത്തെ നമുക്ക് ഭാഷയിൽ അത്ര കൊണ്ട് മനസ്സിലാവില്ല. എന്നാൽ ആ കേൾവിക്കാർക്ക് അതിൻ്റെ അർത്ഥം നല്ല പോലെ മനസ്സിലാവും. നമുക്കറിയാവുന്ന ഭാഷയിൽ ഞാനത് പറയാം. ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ലെങ്കിലും ഞാൻ അല്പം തെളിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. ഭൂമിയിൽ യാഗങ്ങൾ നടക്കാറില്ലേ? മൃഗങ്ങളെ അറുത്ത് യാഗം കഴിക്കാറുണ്ട്. ഏറെക്കുറെ എല്ലാ മതങ്ങളിലും ഇതുണ്ട്. എന്തിനാണ് ഈ മൃഗത്തെ അറുത്ത് യാഗം കഴിക്കുന്നത്? മൃഗത്തെ അറുത്ത് യാഗം കഴിക്കുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ തെറ്റുകാരനാണ്, മനുഷ്യനിൽ തിന്മയുണ്ട്. വേദപുസ്തകം അതിനെ പാപം എന്ന് വിളിക്കും. പാപം ഗൗരവമായ തെറ്റാണ്, കൊച്ചു തെറ്റല്ല. പരമാവധി ശിക്ഷ കൊടുക്കേണ്ടതാണ് പാപം.
എന്താണ് പരമാവധി ശിക്ഷ? കൊല്ലണം. അതല്ലേ പരമാവധി ശിക്ഷ? ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യന് വധശിക്ഷയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. സകല മനുഷ്യരും ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, കുലവ്യത്യാസമില്ലാതെ പാപം ചെയ്ത് ദൈവത്തോട് അകന്നുപോയി. പാപത്തിന് ശിക്ഷ എന്താണ്? പാപത്തിൻ്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അങ്ങനെ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും. പലരെ കൊല്ലണം. അങ്ങനെ മനുഷ്യരെ എല്ലാം കൊല്ലാൻ തുടങ്ങിയ പിന്നെ ഭൂമിയിൽ മനുഷ്യനില്ല. അതിന് ദൈവം നിയമിച്ചൊരു സംവിധാനമായിരുന്നു മനുഷ്യന് പകരം ഒരു മൃഗത്തെ അറുത്ത്. എന്തായാലും മരണം നടക്കണം, അതിന് പകരം ഒരു മൃഗത്തെ അറുത്ത് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നു. അതാണ് യാഗങ്ങളുടെ അർത്ഥം. ഇനിയും യാഗം കഴിക്കുന്നവർ കാര്യം മനസ്സിലാക്കാതെ ചെയ്യുന്നെങ്കിലും യാഗത്തിൻ്റെ അർത്ഥം ഇതാണ്. യേശു ലോകത്തിലേക്ക് വന്നത് പാപമില്ലാത്ത പരിശുദ്ധനായി. ദൈവം ജഡത്തിൽ വന്നത്, അവിടുത്തെ ഒരു പാപമില്ല. പാപിയായ മനുഷ്യന്റെ സന്തതിയല്ല അവിടുന്ന്. ജീവിതത്തിൽ ഒരു കാലത്തും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടുന്ന്. അങ്ങനെ പരിശുദ്ധനായവൻ, ഒരു തെറ്റുമില്ലാത്തവൻ, മനുഷ്യന്റെ മുഴുവൻ പേരുടെയും പാപത്തിന്റെ പരിഹാരം എടുക്കാൻ, അതിന് ശിക്ഷ അനുഭവിക്കാൻ ലോകത്തിൽ വരുന്നു എന്നും അവിടുത്തെ മരണം കേവലം ഒരു ജാതിക്ക് വേണ്ടിയുള്ളതല്ല. അവിടെ നിന്ന് പിറന്ന ആ കുലം ഒരു യഹൂദ കുലമാണ്, യഹൂദ ജാതിയിലാണ് വന്നത്. പക്ഷെ യഹൂദ ജാതിക്ക് വേണ്ടി മാത്രം വന്നവനല്ല, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഓഹോ, ഇവൻ അവിടുത്തെ ജനനത്തിൽ ദൂതന്മാർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അറിയാമോ? സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലോകത്തിലെക്കാലത്തുമുള്ള സകല മനുഷ്യരുടെയും പാപം പോക്കാൻ, മോചനം ഉണ്ടാക്കി കൊടുക്കാൻ, ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ ദൈവം ജഡത്തിൽ വന്നതാണ്. അതുകൊണ്ടാണ് അവിടുന്ന് മരിച്ചത്. പക്ഷെ മരിച്ച് മാത്രം അവസാനിച്ചവനല്ലല്ലോ. മരിച്ചവസാനിച്ചു പോയിരുന്നെങ്കിൽ ഈ അവകാശവാദങ്ങൾക്ക് അർത്ഥമുണ്ടാവില്ല. എന്നാൽ മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ലോകത്തിൽ വേറെ ഒരുവനും ഇന്ന് വരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാതിരിക്കുമ്പോൾ അവിടുന്ന് ഒരുത്തൻ മാത്രം മരിച്ചവരിൽ എഴുന്നേറ്റ് വന്നപ്പോ അവിടുന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ തനിക്ക് അധികാരമുണ്ടെന്ന് തെളിഞ്ഞു. മാത്രമല്ല, ലോകത്തിലെ കോടി കോടി മനുഷ്യർ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടവരായി തുറന്നു പറയും. പണ്ടത്തെ ഒരു പാട്ട് പാടും, നമ്മളും പാടും, പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം. അവിടുത്തെ ഈ ശാപം നമ്മുടെ ശാപം എടുത്തതിനാൽ എൻ്റെ പാപം പോക്കി, എൻ്റെ ശാപം നീക്കി, എന്നെ ശുദ്ധീകരിച്ചു എന്ന് വിളിച്ചു പറയുന്ന കോടി കോടി മനുഷ്യർ ഈ 2 സഹസ്രാബ്ദങ്ങളായി ലോകത്തിൽ നിലകൊള്ളുന്നു. ആ ലോകത്തിന്റെ പാപമെടുക്കാൻ വന്ന ആ യേശുവിൻ്റെ കുഞ്ഞാടിൻ്റെ കാന്ത. കാന്ത എന്ന വാക്കിനെ അല്പം ഞാൻ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്ക്. ഞാനും കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ടെന്ന് കല്ലുപിടി. നിങ്ങൾ ഏറെക്കുറെ ഒത്തിരി പേരും കല്യാണം കഴിച്ചു. അപ്പൊ കാന്തനായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായി കല്യാണം കഴിക്കുന്ന സ്ത്രീയെ പുരുഷന്റെ വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ?
അല്ലേ കല്യാണം കഴിച്ചുള്ള കാര്യം? പിന്നെ ആ സ്ത്രീയുടെ വീട്ടിലല്ല താമസം, പുരുഷന്റെ വീട്ടിലേക്ക് ഇങ്ങ് പോരുകയല്ലേ. അതിഥിയായിട്ടൊന്നും വരുന്നൊന്നും അല്ലല്ലോ, അവകാശത്തോടല്ലേ വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീടെന്ന് പറയുമോ എൻ്റെ വീടെന്ന് പറയുമോ? എന്ത് പറയും? എൻ്റെ വീടെന്നല്ലേ പറയുള്ളൂ. എന്നല്ലേ കല്യാണം? പുരുഷന്റെ വീട്ടിൽ പോയി താമസിക്കാൻ. പുരുഷന്റെ വീട്ടിൽ കേവലം പോയി താമസിക്കാനല്ല, പുരുഷന്റെ സ്വന്തമായിട്ട് താമസിക്കാൻ, അവിടുത്തെ അവകാശിയായിട്ട് താമസിക്കാൻ. തൻ്റെ വീടും വിട്ടിട്ട് സ്ത്രീ ഇഞ്ഞു പോകും. ഇതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുഞ്ഞാടിന്റെ കാന്ത എന്നോ യേശുവിന്റെ മണവാട്ടി എന്നോ പറയുമ്പോൾ ഭൂമിയിലെ അർത്ഥം പോലെ അതിനൊരു ശാരീരിക അർത്ഥം ഇല്ല, അതിലൊരു ലൈംഗിക ബന്ധമില്ല. ഭൂമിയിലെ ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധം വിവാഹബന്ധമല്ലേ? വിവാഹബന്ധത്തിന് ഘനം കുറഞ്ഞൊരു കാലമാണ് ഇന്നത്തെ കാലമെന്ന് എനിക്കറിയാം. ഒരുപാട് കല്യാണങ്ങൾ പൊളിഞ്ഞു പോകുന്നു എന്ന് എനിക്കറിയാം. കുടുംബജീവിതത്തിന് സ്ഥിരതയില്ലാത്തൊരു സ്ഥിതി പലയിടത്തും ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എന്നിരിക്കലും ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ ഇറങ്ങിത്തിരിച്ചത് 2 ദിവസം കഴിയുമ്പോൾ വഴക്കിട്ട് വീട്ടിൽ പോകാനാണോ? നമ്മുടെ സംസ്കാരത്തിൽ, ഭാരത സംസ്കാരത്തിൽ 2 വർഷത്തേക്കും 3 വർഷത്തേക്കും കല്യാണം കഴിക്കുന്ന കല്യാണമുണ്ടോ? ഇല്ലല്ലോ. ഒരായുസിന് വേണ്ടിയല്ലേ കല്യാണം കഴിക്കുന്നത്. വേറെ ചില രാജ്യങ്ങളിൽ പരിഷ്കൃത കാലത്ത് വിവാഹ ജീവിതത്തിൻ്റെ പാവനതയും അതിൻ്റെ മൂല്യം ഒന്നും തിരിച്ചറിയാൻ മേലാത്തൊരു സമൂഹം താൽക്കാലിക കല്യാണങ്ങൾ നടക്കുന്നെങ്കിലും കല്യാണം എന്നതിൻ്റെ അർത്ഥം അതല്ല. ഈവൻ ആ പിരിച്ചിലുണ്ടായാൽ ആ പിരിച്ചിൽ വളരെ സുഗമമായ പിരിച്ചിലാണോ, സ്വസ്ഥമായ പിരിച്ചിലാണോ, എത്ര കാലത്തെ മനോവേദനയ്ക്കും ദുഃഖത്തിനും, അവർക്ക് മാത്രമോ അവരുടെ വീട്ടുകാർക്കും, അവർക്ക് മക്കളുണ്ടായെങ്കിൽ ആ മക്കളുടെ ആയുസ് മുഴുവൻ ജീവിതത്തെക്കുറിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിക്കുമല്ലേ അങ്ങനെ ആളുകൾ ജീവിക്കേണ്ടി വരുന്നത്, പിരിയേണ്ടി വരുന്നത്? ഇതുപോലെ അടുത്ത ബന്ധം ഏതുണ്ട്? ഭൂമിയിലെ ബാക്കി ഏത് മനുഷ്യരിലേക്ക് നിന്നാലും ചിലപ്പോൾ അകന്ന് നിൽക്കണ്ടേ? അങ്ങനെയാണ് നിയമം. ചില മനുഷ്യർ നിയമമൊന്നും അറിയാമല്ല, തീരെ അങ്ങ് അടുത്ത് വരും. അങ്ങനെ അടുത്ത് വരരുത്. മനുഷ്യൻ ചിലപ്പോൾ അകലത്തെ നിൽക്കാവും. നിങ്ങളുടെ ശ്വാസം വേറൊരാളുടെ ദേഹത്ത് മുട്ടാൻ പാടില്ല. ശാരീരികമായിട്ട് അകലം പാലിക്കണം. ആണുമായിട്ടും പെണ്ണുമായിട്ടും ആരെങ്കിലും ഒരു അകലം പാലിക്കണം. അതേസമയം ഒരു പുരുഷൻ വിവാഹം കഴിച്ചാൽ തൻ്റെ സ്ത്രീയുമായി, തൻ്റെ ഭാര്യയുമായി അങ്ങനെ അകലം ഇല്ലല്ലോ, അകലം പാടില്ലല്ലോ. ഈ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് കിടക്കാതെ 2 പേരും 2 മുറിയിൽ കിടന്നു എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും അംഗീകരിക്കുന്ന കാര്യമാണോ? അല്ല, ഒരു മുറിയിൽ 2 കട്ടിലേക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. ഒന്നിച്ചൊരു കട്ടേ കിടക്കണമെന്നില്ലേ? തമ്മിൽ ജീവിതം മുഴുവൻ തുറക്കുന്നതല്ലേ വിവാഹം? എന്തെങ്കിലും അതിനകത്ത് മറച്ചു വെക്കാനുണ്ടോ? ശരീരം മറച്ചു വെക്കുന്നില്ലല്ലോ. ശരീരം പോലും അന്യോന്യം കൈമാറ്റം ചെയ്ത് ബാക്കി ആരും അടുക്കുന്നത് പോലെയല്ല, അങ്ങനെ സ്വന്തമായി തീരുന്ന ഒരു പുരുഷൻ എത്ര സ്വത്തുണ്ടോ ആ സ്വത്തിൻ്റെ എല്ലാം അവകാശിയായി ഭാര്യ തീരുകയാണ് ഈ കല്യാണ നിമിത്തം. വേറെ ഒന്നും വേണ്ട. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. ഈ പുരുഷൻ എന്തുണ്ടോ അതിൻ്റെ അവകാശിയായി സ്ത്രീ തീരുന്ന ബന്ധം. വീടെങ്കിൽ വീട്, വസ്തുവെങ്കിൽ വസ്തു, പണമെങ്കിൽ പണം, എന്തായാലും ഇതുപോലെ വേറൊരു ബന്ധമേതുണ്ട്? അപ്പൻ്റെ അമ്മയുടെയും വീട്ടിൽ നിന്ന് മാറി മക്കൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കാറില്ലേ അപ്പനും അമ്മയും? അവരെല്ലാം കൂടെ തന്നെ കൊണ്ടുവന്ന് വീട് ഒറ്റക്ക് മാറ്റി താമസിപ്പിക്കില്ലേ? പുരുഷനും സ്ത്രീയും തമ്മിൽ 2 വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയാൽ അത് സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. അതാണ് വിവാഹബന്ധം. അതുപോലെ ദൈവം മനുഷ്യരെ തനിക്ക് സ്വന്തമാക്കി. ദൈവത്തോട് അടുക്കാൻ നമ്മൾ കൊള്ളാവുന്നവരല്ല. ദൈവം അങ്ങ് പരമ ദൈവം, അവിടുത്തെ സ്വർഗീയൻ.
നമ്മൾ കേവലം മനുഷ്യർ, ഭൂമിയിലെ മൺമയർ, അവസാനിക്കുന്നവർ, ദോഷമുള്ളവർ, തെറ്റുള്ളവർ, തിന്മയുള്ളവർ. നമ്മളെ ഈ ഭൂമിയിലെ താമസം മാറ്റി ദൈവത്തിൻ്റെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിക്ക് വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്കാണ് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കും. മനുഷ്യരെ, ഈ ഭൂമിയല്ല നമ്മുടെ നിത്യപാർപ്പിടം എന്ന് നമുക്കറിയില്ലേ? ഇവിടെ നമ്മൾ എന്നും താമസിക്കില്ല എന്ന് നമുക്കറിയാം. ഒരു കാലം വരെ താമസിക്കുന്നു. അത് എത്ര കാലം എന്ന് പറയാൻ നമുക്കാർക്കും അറിയില്ല. അപ്രതീക്ഷിതമായി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. നനച്ചിരിക്കാത്ത നേരം. ഇവിടെയും നമ്മുടെ പാസ്റ്ററുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? അദ്ദേഹം വിസിറ്റിങ്ങിന് പോയിട്ട്, സന്ധ്യയ്ക്ക് വിസിറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ യാത്രയായിരുന്നു. ആർക്കും ഏത് നിമിഷവും സംഭവിക്കാവുന്ന കാര്യം. നമുക്കാർക്കും സംഭവിക്കാവുന്ന കാര്യം. കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ലേ? യൗവനക്കാർ മരിക്കുന്നില്ലേ? വൃദ്ധർ മരിക്കുന്നില്ലേ? നമുക്കാർക്കും ഇവിടെ സ്ഥിരം താമസിക്കാൻ പറ്റില്ല. ഒരു കാലം നിയമിച്ചിരിക്കുന്നു. ആ കാലം മാത്രമേ നമുക്കാർക്കും ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് പോകണം. പക്ഷെ ഇവിടുന്ന് പോയാൽ അത് അവസാനമല്ല എന്ന് ഏറെക്കുറെ മനുഷ്യർക്ക് അറിയാമല്ലോ. മതങ്ങളൊക്കെ അതല്ലേ പഠിപ്പിക്കുന്നത്? ഇതുകൊണ്ട് തീരില്ലെന്നും വേറൊരു ലോകത്തിലേക്കാണ് പോകുന്നതെന്നും മനുഷ്യർക്കറിയില്ലേ? അവസാനം പോയി താമസിക്കേണ്ട സ്ഥലമുണ്ട്. തൽക്കാലം ചില സ്ഥലത്തേക്ക് പോകും. എന്നാൽ ആത്യന്തികമായി ഒടുവിൽ പോയി താമസിക്കേണ്ട നിത്യകാലത്തെ ഒരു ദേശമുണ്ട്. അതിന് 2 ദേശമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ ഇവിടെ വെച്ച് ഒരുങ്ങിയ മനുഷ്യർ ദൈവത്തിൻ്റെ കൂടെ പോയി താമസിക്കും. ദൈവത്തിൻ്റെ കൂടെ പോയി താമസിക്കാൻ ഇവിടെ വെച്ച് ഒരുങ്ങാത്ത മനുഷ്യർ ദൈവത്തെ വിട്ടകന്ന് ദൂരെ പോയി ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അത്രയും തൽക്കാലം ഞാൻ പറയും. ഒന്നുകൂടെ എടുത്തു പറയുന്നു. ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ ഒരുങ്ങിയ ഒരു കൂട്ടം മനുഷ്യർ ദൈവബോധമുള്ളവരായി, ദൈവം ആരാണെന്ന് മനസ്സിലാക്കി, ആ ദൈവ സ്വഭാവത്തിന് ചേരത്തക്കവണ്ണം ദൈവത്തിൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെങ്കിൽ അതിന് ചേരുന്നവരല്ലേ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരെയും കെട്ടി ദൈവത്തിൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റുമോ? ആ നാടിനും രാജ്യത്തിനും ഒക്കെ വീടിനും ഒക്കെ ചേരുന്നവരെ മാത്രമേ അവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്വാഭാവികമാണ്, കോമൺ സെൻസ് ആണ്, സാമാന്യ ബുദ്ധിയിൽ മനുഷ്യൻ തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ ഒരുങ്ങിയ മനുഷ്യരെ, ഒരുങ്ങി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ വിളിക്കുന്ന പേരാണ് കുഞ്ഞാടിൻ്റെ കാന്ത. ഞാനൊരു പക്ഷേ ഇന്ന് രാത്രി ഒത്തിരി ശബ്ദം ഉയർത്തില്ല. എൻ്റെ ശബ്ദം ഒത്തിരി ഉയർത്തുന്നത് ശരിയല്ല. എൻ്റെ ഒരു കണ്ണിന് സർജറി കഴിഞ്ഞിട്ട് അധികം ദിവസം ആയിട്ടില്ല. എന്നാലും ഇതെല്ലാം നേരത്തെ എടുത്തു പോയ ചില യോഗങ്ങളാണ്. ഇടയ്ക്ക് കുറച്ച് ക്യാൻസൽ ചെയ്തു. എന്നാലും നിങ്ങളിങ്ങനെ ഒരു യോഗം സെക്ഷൻ അടിസ്ഥാനത്തിൽ വെച്ചപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചില യോഗങ്ങൾ ഞാൻ ചെയ്തു. ഇന്നലെയാണ് അങ്ങനെ ഒരു കാര്യം തുടങ്ങിയത് പോലും. എനിവേ, അതുകൊണ്ട് ഒത്തിരി ശബ്ദം ഞാൻ ഉയർത്തി എന്ന് വരില്ല. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മനുഷ്യരെ താമസിപ്പിക്കാൻ വരുന്നെന്നും അത് ദൈവം വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. യോഹന്നാനോട് പറയാണ്, വാ കന്ന് കാണും. ഇനിയും ഈ കല്യാണം എന്നൊക്കെ പറയുന്ന നാടൻ ഭാഷയല്ലേ. ആ നാടൻ ഭാഷയ്ക്ക് ഞാൻ പറഞ്ഞാൽ, നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഒരു വീട്ടിൽ ചെറുക്കൻ പോയി കെട്ടിക്കൊണ്ട് വന്നാൽ പെണ്ണിനെ കൊണ്ട് വരുമ്പോൾ നാട്ടുകാർ പെണ്ണിനെ കാണാൻ കയറി വരില്ലേ? വരണ്ടേ? അങ്ങനല്ലേ? പട്ടണത്തിൽ പിന്നെ ഇതൊന്നുമില്ല. അടുത്ത് താമസിക്കുന്ന ആരാണെന്ന് ഒരു പിടിയില്ല. എന്നാലും ഗ്രാമത്തിലൊക്കെ എങ്ങനെയല്ലേ? പെണ്ണിനെ കാണാൻ വരും, പുത്തൻ പെണ്ണിനെ കാണാൻ വരും. പെണ്ണങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാൻ വരണ്ടേ? എന്നാൽ ഇവിടെ വിളിച്ചു കാണിക്കത്തക്ക സൂപ്പർ സ്റ്റാറിനെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയണം, കമാൻ വന്ന് നോക്കൂ, ദേ കുഞ്ഞാട് ഭൂമിയിൽ പോയി ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു, വന്ന് കാണൂ അവളെ, സുന്ദരി പെണ്ണ്. അവരെയാണ് ഇന്ന് രാത്രി എനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു അലങ്കാര ഭാഷയാണ്.
മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭൂമിയിലെ ഏറ്റവും അടുത്ത ബന്ധം ഉപയോഗിച്ച് ഈ സാദൃശ്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടർ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ കൂടെ സ്ഥിരം നിത്യം പോയി താമസിക്കാനുള്ള കൂട്ടരെയാണ് ഈ പേരുകൊണ്ട് വിളിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ, അതേത് കൂട്ടത്തിൽപ്പെട്ടവരായാലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്നതാണ് കുഞ്ഞാടിൻ്റെ ശാന്തം. അല്ല അങ്ങ് ദൂരെയോ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉള്ളവരല്ല. ഇവിടെ ഇന്ന് തരവായിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെട്ടതാണത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടത്. അപ്പം നിങ്ങൾ ഉറപ്പുവരുത്തണം, ഞാൻ ഉറപ്പുവരുത്തണം, നമ്മുടെ ഈ കൂട്ടത്തിലുള്ളതാണ്. ഇതാണും പെണ്ണും ഉണ്ട് കേട്ടോ. അല്ലാതെ അല്ലാതെ ഈ സ്ത്രീകളെ മാത്രം പറയുന്നൊരു പ്രയോഗമല്ലിത്. സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ, ഞാൻ പറഞ്ഞില്ല, ദൈവത്തിൻ്റെ കൂടെ പോയി താമസിക്കാൻ ഒരുങ്ങിയ മനുഷ്യരെ പറയുന്ന പേരാണ് കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ. നമുക്കറിയില്ലേ കല്യാണം എങ്ങനെ നടക്കുന്നത്? നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളതല്ലേ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കല്യാണം നടന്നതല്ലേ. കല്യാണം ചെറുക്കന് എവിടെ ഒരു പെണ്ണുണ്ടെന്നുള്ള വിവരം ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഈ പെണ്ണിൻ്റെ വീട്ടുകാരോട് ഈ പെണ്ണിന് ചേർന്ന് ചെറുക്കൻ എവിടെ ഉണ്ടെന്നെങ്കിലും ആരും പറഞ്ഞു കൊടുക്കണം. അല്ലെ തമ്മി കണ്ട് പരിചയപ്പെടണം. ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ഇങ്ങനെ സെർച്ച് ചെയ്യാനും കണ്ടെത്താനും. എനിവേ, തമ്മിലൊന്ന് പരിചയപ്പെടാൻ സൗകര്യം വേണ്ടേ? എന്നാലല്ലേ തമ്മിൽ ഒന്ന് അടുക്കാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. അത് ഞാനീ പറയുന്ന മണവാളൻ അങ്ങ് വേറൊരു ലോകത്തിലെ ആളാണ്, മേലോകത്തിലെ ആളാണ്. മേപ്പോട്ട് നോക്കിയാൽ കാണത്തൊന്നുമില്ല. ഇവിടെ ഈ നാട്ടിലെല്ലാം ചുറ്റിക്കിറങ്ങി നോക്കിയാൽ ഈ ചെറുക്കനെ കാണില്ല. പക്ഷെ ഈ ചെറുക്കനെ പരിചയപ്പെടുത്താൻ ലോകത്തിൽ ഒരു കൂട്ടം മനുഷ്യരെ നിയമിച്ചു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നോക്കൂ, പൗലോസ് പറയാണ്, അതേ ഒരു ദല്ലാളായിട്ട് നിന്ന് കല്യാണക്കാരി ശരിയാക്കിയിരിക്കും. അറിയില്ലേ, ദല്ലാളെന്ന പ്രയോഗം നാടൻ ഭാഷയാണെങ്കിൽ ഉപയോഗിക്കുകയാണ്. എന്താണ് ദല്ലാളിൻ്റെ ജോലി? ഒരു ചെറുക്കൻ എന്നിടത്തുണ്ട്, ചെറുക്കൻ്റെ വീട് എവിടെയാണ്, ചെറുക്കൻ്റെ സ്വഭാവം എന്താണ്, വീട്ടുകാരെ കുറിച്ചുള്ള വിവരം പെണ്ണിൻ്റെ വീട്ടുകാരെ അറിയിക്കുക, പെണ്ണിനെ കുറിച്ചുള്ള വിവരം ചെറുക്കൻ്റെ വീട്ടുകാരെ അറിയിക്കുക. എന്നിട്ട് ഇവർ തമ്മിലൊന്ന് അടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതല്ലേ ദല്ലാളിൻ്റെ ജോലി. ഇതാണ് സുവിശേഷത്താൽ ഞങ്ങൾ ചെയ്യുന്നത്. ലോകത്തിലേത് മനുഷ്യനും വിശ്വസ്തനായ ഒരു മണവാളൻ ഉണ്ട്. ഏത് മനുഷ്യർക്കും തോൽക്കാത്ത ഒരു മണവാളനുണ്ട്, കുറ്റമില്ലാത്തൊരു മണവാളനുണ്ട്, ഒരു അപൂർണതയും ഇല്ലാത്തൊരു മണവാളനുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും സ്വർഗത്തിലേക്ക് പോയ കർത്താവായ യേശുവാണ്. പക്ഷെ ഇത് മനുഷ്യർക്കെല്ലാം അറിയില്ല. ഇയാൾ മനുഷ്യരെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഉറപ്പാണ്, അതിനുവേണ്ടി വന്നതാണ്. ഒരു ദിവസം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും. ഈ ആകാശം തുറക്കും, സ്വർഗത്തിലേക്ക് പോയവൻ തിരിച്ചു വരും, ആളുകൾ കാണത്തക്കവണ്ണം വരും. അവിടെ നിന്നുകൊണ്ട് വിളിക്കും, എൻ്റെ ആളുകൾ കയറി വരൂ എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്ന് മനുഷ്യർ എഴുന്നേറ്റ് വരും, മരിച്ചവരും എഴുന്നേറ്റ് വരും. ആദ്യത്തെ മനുഷ്യൻ മുതൽ ദൈവത്തോടുകൂടെ താമസിക്കാൻ ഒരുങ്ങിയ മനുഷ്യർ ആ ശബ്ദം കേൾക്കുമ്പോൾ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരും. ജീവിച്ചിരിക്കുന്നവർ മേലോകത്തിലേക്ക് പോകാൻ രൂപാന്തരപ്പെട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ആകാശത്തിലേക്ക് പറന്നുയരും. സംഭവിക്കും. അപ്പൊ ഈ ആളിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ജോലി. അതാണ് സുവിശേഷം. മതം മാറ്റുകയല്ലിത്. മനുഷ്യനെ ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ ഒരുക്കുന്നത്, ഗ്യാരണ്ടി. അതാണ് ഞങ്ങളുടെ ജോലി. എവിടെ സുവിശേഷം പ്രസംഗിച്ചാലും അതാണ് ഞങ്ങളുടെ ജോലി. കല്യാണം നടത്തുന്നിടത്ത് ഞങ്ങൾ ഈ കാര്യം പറയും.
ശവം അടക്കാൻ പോയാലും ഞങ്ങൾ ഈ കാര്യം പറയും. ഒരു കൊച്ചിനെ സമർപ്പിക്കാൻ പോയാലും ഞങ്ങൾ ഈ കാര്യം പറയും. ഒരു വീടിന് ഒരു കൂതാശ നടത്താൻ പോയാലും ഞങ്ങൾ ഈ കാര്യം പറയും. തെരുവിലിറങ്ങി നിന്നും ഞങ്ങൾ വിളിച്ചു പറയും. എവിടെയും ഞങ്ങൾ വിളിച്ചു പറയും. എതിർത്താലും പറയും, അടി കൊണ്ടാലും പറയും. കാരണം ഞങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ല, മനുഷ്യൻ രക്ഷപ്പെടാൻ, നിത്യജീവൻ പ്രാപിക്കാൻ, ദൈവത്തിനോട് താമസിക്കാൻ ഒരു വഴിയുണ്ടെന്ന് മനുഷ്യൻ അറിയണ്ടേ? അതിനുള്ള വഴി യേശുവാണ്. അതുകൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ജോലി. സുവിശേഷ പ്രസംഗത്തിൽ ഇന്നും എൻ്റെ ജോലി ഈ യേശുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേട്ടിട്ട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് വാക്ക് പറയണം. അങ്ങനെ ഇഷ്ടം തോന്നിയാൽ പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടെ ചേർന്നാണെങ്കിലും അല്ലെങ്കിലും ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ അങ്ങ് വാക്ക് പറയട്ടെ. ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് തീർത്തു പറയട്ടെ. ചാടിക്കയറി പറയണ്ട, കാര്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ. കാര്യം പറഞ്ഞുതരാം, വിശദമായി പറഞ്ഞുതരാം. ഇന്ന് രാത്രിയല്ല, ഇന്ന് രാത്രി ഇച്ചിരിയേ പറയുള്ളൂ. കൂടുതൽ അറിയണോ? ഇവിടെ പറഞ്ഞുതരാൻ ആളുണ്ട്, ഞങ്ങളൊക്കെ പരിസരങ്ങളിലുണ്ട്. പറഞ്ഞുതരാം ഈ ചെറുക്കനെ കുറിച്ച്. ഇഷ്ടം തോന്നിയാൽ ഞാനും വരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴല്ലേ കല്യാണം ഉറയ്ക്കുള്ളൂ. കല്യാണം ഉറച്ചേലല്ലേ കെട്ട് നടക്കുകയുള്ളൂ. കല്യാണം ഉറച്ചില്ലേ കെട്ട് നടക്കുമോ? ഒരു ചെറുക്കനെ കണ്ട് ചെറുക്കനെ ഇഷ്ടമാണ്, പെണ്ണിനെ കണ്ട് പെണ്ണിനെ ഇഷ്ടമാണ്, മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടന്ന കെട്ട് നടക്കുമോ? പകർന്ന് പറയണ്ടേ? അത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒന്ന് പറയണ്ടേ? ഒളിച്ചോടിയാൽ മതിയോ? അങ്ങനെ വേണ്ടല്ലോ, വീട്ടുകാരുടെ നാട്ടുകാരോടും പറയണം. പറഞ്ഞിട്ട് അങ്ങ് തീർത്തൊരു ദിവസം പറയണം, കല്യാണം ഉറച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. അതിനാണ് ഇങ്ങനെ യോഗങ്ങളിൽ സൗകര്യം തരുന്നത്. മനസ്സുണ്ടോ? ഞങ്ങളാരെയും നിർബന്ധിക്കാറില്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇങ്ങനെ വഴിയുണ്ടെന്നും നല്ലൊരു ദേശമുണ്ടെന്നും നല്ലൊരു മണവാളനുണ്ടെന്നും പറയണ്ടേ? അത് ഞങ്ങളുടെ ജോലിയായതുകൊണ്ട് വിളിച്ചു പറയുന്നു. കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചെറുക്കനെ ശരിക്കും മനസ്സിലാക്കിയാൽ ഇഷ്ടപ്പെടും. മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അത് പലപ്പോഴും എന്തോ മുൻവിധിയോടൊക്കെയാണ് ആളുകൾ സമീപിക്കുന്നത്. മുൻവിധി ഇല്ലാതെ കാത്തിരുന്നാൽ ചില സന്ദർഭങ്ങളിലേ സ്വപ്നത്തിൽ ഇയാൾ വന്ന് സംസാരിക്കും. ഈവൻ കേവലം സ്വപ്നത്തിൽ മാത്രമല്ല, ഉണർന്നാലും ആ സാന്നിധ്യം മുറിയിൽ അനുഭവിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. വലിയ ശോഭ മുറിക്കകത്ത് കണ്ട മനുഷ്യരുണ്ട്. ശരീരത്തിൽ അതിന്റെ മഹത്വം അറിഞ്ഞ മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിൽ നിന്നൊരിക്കലും മായാതെ വണ്ണം ഈ സംഭവം നടന്ന മനുഷ്യരുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ശൗലുണ്ടല്ലോ, അദ്ദേഹം ഇതിന് വിരോധിയായിരുന്നു. ഈ നാമം പറയുന്നവരെ ആടിക്കും, ഇടിക്കും, റോഡിൽ കൂടി വലിച്ചഴയ്ക്കും, പോലീസ് കൊണ്ടേപ്പിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ, സ്ഥിരം തൊഴിൽ, ഔദ്യോഗിക തൊഴിൽ. ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ഈ തൊഴിലും ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പ്രകാശം മിന്നി, ഒരു ശബ്ദം ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? തിരിച്ചു ചോദിച്ച, അങ്ങാരാണ്? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു. അന്ന് തൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. അന്ന് 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 ശാസ്ത്രം മാറി, പ്രസംഗം മാറി. ലോകം മുഴുവൻ, അന്നറിയപ്പെട്ട ലോകം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. സുഖം കിട്ടിയിട്ടില്ല, പോയിടത്തല്ല അടി കിട്ടി, കല്ലേറേറ്റു, പല പ്രാവശ്യം ജയിലിൽ പിടിച്ചിട്ടു, അവസാനം കൊന്നു. ഇതെല്ലാം അനുഭവിച്ചവൻ തൻ്റെ മരണത്തിനു മുമ്പ് സകല മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല.
മനുഷ്യരോട് ഈ സത്യം വിളിച്ചു പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പോകുന്ന നാട്ടിൽ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് വരുന്നു. അവിടുന്ന് ഓടിയാൻ വേറൊരു ദേശത്തേക്ക് പോകുന്നുവെന്നല്ല, ആ യെരുശലേമിൽ ഇത് സംഭവിക്കും, അവന് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സഹപ്രവർത്തകരും വിശ്വാസികളും പോകാതിരിക്കാൻ തടഞ്ഞെങ്കിലും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഹേയ്, നിങ്ങളെന്താണ് കരഞ്ഞ് എൻ്റെ മനസ്സ് തകർക്കുന്നത്? പോയി ഞാൻ. അന്നത്തെ പണ്ഡിതന്മാർ താമസിച്ചിരുന്ന സ്പെയിനിൽ അദ്ദേഹത്തിന് പോകണമായിരുന്നു എന്ന്. കാരണം ഇത് പാവപ്പെട്ടവന് മാത്രമുള്ള സന്ദേശമാണെന്ന് ആളുകൾ ധരിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്തവർക്ക് മാത്രമുള്ള സന്ദേശമാണെന്ന് ആളുകൾ ധരിക്കുന്നു. മനുഷ്യന്റെ ഭാഷയിൽ ജാതിയിൽ കുറഞ്ഞവർക്ക് വേണ്ടിയുള്ളതാണെന്ന് മനുഷ്യൻ ധരിക്കുന്നു. അല്ലല്ല, ഇത് ജാതിയിൽ കുറഞ്ഞവർക്കും ജാതിയിൽ കൂടിയവർക്കും, പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും, പണക്കാരനും പാവപ്പെട്ടവനും, ആണിനും പെണ്ണിനും, ഏത് പ്രായക്കാർക്കും ശക്തമായ ആവശ്യമായ സന്ദേശമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ, നിങ്ങളുടെ നിത്യജീവൻ, നിങ്ങളുടെ ഭാവി ഭദ്രമായി ദൈവത്തോടുകൂടെ താമസിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ആവശ്യമാണ്. യേശുവിനെ അറിയാൻ ആഗ്രഹിക്കണം. അറിയും തോറും കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നും. കണ്ടാൽ നിങ്ങൾ കൂടെ പോവും. പോയവൻ തിരിച്ചു പോവില്ല. കാരണം ഇത് സത്യം. ഇയാൾ ജീവിക്കുന്നു. ശരിക്കും അനുഭവിക്കാൻ തയ്യാറായാൽ ഇതിനകത്ത് വന്ന് താമസിക്കും. മനുഷ്യ ശരീരത്തിൽ വന്ന് താമസിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ ശരീരം അനുഭവിക്കാൻ പറ്റിയ സാന്നിധ്യം. ഇതിനകത്ത് ദൈവം താമസിക്കുന്നുവെന്ന് കൈകാലുകളിൽ, കുടലിൽ, നാവിൽ, അധരത്തിൽ, ശരീരത്തിൽ, നെഞ്ചിൽ, ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും അനുഭവിക്കത്തക്ക സത്യമായി അങ്ങനെ മണ്ഡലം ഉണ്ട്. ഒരുപക്ഷെ എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളൊരു പക്ഷെ കേവലം ഒരു മതമായി ഇത് അംഗീകരിച്ചിട്ടുണ്ടാവാം. ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ടാവില്ല. പോകാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി താമസിക്കത്തക്ക വേണം. ദൈവം ഈ ശരീരത്തെ ആവാഹിച്ച് അവിടുത്തെ സാന്നിധ്യം ഇതിനകത്ത് നിറച്ച് താമസിപ്പിക്കുന്ന വലിയ ഒരു ആത്മാനുഭവമാണ് യേശുവിനോട് ബന്ധപ്പെട്ടുള്ള ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഈ ജീവിതം. ഇത് വലിയ വലിയ മണ്ഡലമാണ്. കേവലം അറിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ മാത്രം അല്ല. അപ്പൊ അങ്ങനെ ഉള്ള ഈ കൂട്ടരെ കുറിച്ച് പറയാൻ ഇന്ന് രാത്രി എനിക്ക് നിയോഗമുള്ള ഒത്തിരി കാര്യങ്ങൾ, ഇന്ന് രാത്രി നിയോഗമുള്ള ചില കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവർ കല്യാണം ഉറച്ചവരാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം ആ തുടർന്നങ്ങ് പറയണം, ഇഷ്ടമാണ്, ഞാനും വരുന്നു എന്നങ്ങ് പറയണം. യേശുവിനോട് പറഞ്ഞിട്ട് വീട്ടുകാരോടും പറഞ്ഞേക്കണം. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വീട്ടുകാരോട് പറഞ്ഞേക്കണം. നാട്ടുകാരോടും പറയൂ, അവർക്കും ഇത് കിട്ടും. ഈ നല്ല സ്ഥാനം അവർക്ക് കൊടുക്കാനുള്ളത് അവർക്കൂടെ കൊടുക്കണ്ടേ, കൂട്ടുകാർക്കൂടെ കൊടുക്കണ്ടേ, വീട്ടിൽ ബാക്കിയുള്ളവർക്കും കൊടുക്കണ്ടേ? ഇത് ഒളിച്ചു വെച്ചേക്കാനുള്ളതാണോ? വലിയ അനുഭവം കിട്ടിയിട്ട് ഒളിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട്, വീട്ടുകാരോടും പറയാതെ നാട്ടുകാരോടും പറയാതെ. കാരണം ഇതൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്ന കുറേ ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അല്ലേ, കളിയാക്കിയാൽ എന്തെന്നേ? വരാനുള്ള ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആളുകൾ കളിച്ചാക്കി നിങ്ങളുടെ പുറകെ നടന്നാൽ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നേ? അല്ല, നാടൻ മലയാളത്തിൽ ചോദിച്ചാൽ നിങ്ങളുടെ മേത്ത് പറ്റിയോ? അല്ല, കാര്യം അറിയാൻ മേലാത്ത ആളുകളല്ലേ ഈ കളിയാക്കുന്നത്. കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ തൻ്റെ ഇടമായിട്ട് വിളിച്ചു പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്, ഞാൻ സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്, യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ കർത്താവാണ്, ഞാൻ യേശുവിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്, യേശു വരാൻ നേരമായി. നാട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കൂടുവീൻ. നല്ലൊരു നാടുണ്ട്, നല്ലൊരു വീടുണ്ട്, നിത്യമായ ഇടം അതാണ്, അവിടെ പോകാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ കൂടെ വരുവീനെന്ന് വിളിച്ചു പറയുവീൻ. വരിക എന്ന് ആത്മാവ് പറയുന്നു.
മണവാട്ടിയും പറയട്ടെ വരിക. വെളിപ്പാട് പുസ്തകത്തിൽ ഒടുവിലത്തെ സന്ദേശം അതാണ്. കേൾക്കുന്നവരും വിളിച്ചു പറയുക വരിക. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നിത്യജീവൻ വേണ്ടവർ വരട്ടെ, യേശുവിന്റെ അടുക്കൽ വരട്ടെ, ജീവന്റെ ഉറവയായ യേശുവിന്റെ അടുക്കൽ വരട്ടെ. ഇന്ന് രാത്രി ഈ നാടിനോട് വിളിച്ചു പറയുന്നു, വരൂ. ദൈവത്തിന്റെ നിത്യജീവൻ വലിയ സമൃദ്ധമായ നദി പോലെ പാനം ചെയ്ത് ജീവിതത്തിന് ദാഹമടക്കുവാൻ, കഷ്ടമടക്കുവാൻ, ജീസസ് നിരാശകൾ മാറ്റുവാൻ, തകർച്ചകൾ മാറ്റുവാൻ, സകല മണ്ഡലത്തിന്റെ മേലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ഭൂമിയിൽ ഒരു സ്വർഗതുല്യ ജീവിതം നയിക്കുവാൻ യാഥാർത്ഥ്യമായ ഒരു അനുഭവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, വരിക. ദാഹമുള്ളവർ വരട്ടെ, ഇച്ഛിക്കുന്നവർ വരട്ടെ. പക്ഷേ കല്യാണക്കാരിയല്ലേ പറഞ്ഞ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം, അത് തന്നെ, അതിൻ്റെ 11-ാം അധ്യായത്തിന് 2-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാവോ? വായിച്ചതാണ്, എന്നാലും ഒരു വാക്ക് അവിടെ ഊന്നി പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രയോഗം നോക്കൂ. നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കും. അല്ല, കല്യാണക്കാരി തന്നെ പറയാം. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കണ്ടമാനം ജീവിക്കുന്നതാണെന്ന് അറിഞ്ഞാൽ സാമാന്യ നല്ല മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുക്കന്മാർ വല്ലതും കിട്ടുമോ? ഇല്ലല്ലോ. അവളെപ്പോലെ ദുർമാർഗത്തിൽ ജീവിക്കേണ്ടവനല്ലേ അവളെ കിട്ടുള്ളൂ. അല്ലെ, ജീവിതത്തിൽ ഇച്ചിരി കുഴപ്പമുള്ളവനാണെങ്കിലും പെണ്ണ് കുഴപ്പമില്ലാത്തവളായിരിക്കണമെന്ന് ഭൂമിയിൽ മനുഷ്യൻ നിർബന്ധമല്ലേ? അല്ലേ? കല്യാണം കഴിക്കുന്ന സ്ത്രീ കന്യകയായിരിക്കണം, കല്യാണം വരെയും കന്യകയായിരിക്കണം. ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ലേ? എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. വഴിപടച്ച ജീവിതമില്ലാതെ ശുദ്ധജീവിതമുള്ളവരായിരിക്കണം. കല്യാണത്തിൻ്റെ അടിസ്ഥാന തത്വമാണത്. എന്നാലേ കുടുംബജീവിതം നന്നാവുള്ളൂ. നേരത്തെ വഴിപടച്ച ജീവിതമാണെങ്കിൽ പിൽക്കാലത്തും അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവാം, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. ആ കല്യാണം എന്നതിൻ്റെ ആശയം തന്നെ ജീവിതത്തിൽ ശുദ്ധയായ ഒരു നിർമ്മല കന്യക. അത് ചെറുക്കൻ നല്ല ശുദ്ധനാണെങ്കിലോ, അപ്പൊ പിന്നെ ആനന്ദൊക്കെ ചേരുന്ന പെണ്ണു വേണ്ടേ? ഇത് പാപമില്ലാത്ത പരിശുദ്ധൻ, സ്വർഗത്തിൽ തിറങ്ങി വന്ന പരിശുദ്ധൻ, കേവലം വിശുദ്ധനല്ല, പരിശുദ്ധൻ. ഒരു ഇരുട്ടുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത, ഒരു കള്ളവും പറയത്ത പരമ പരിശുദ്ധൻ. ആ പരിശുദ്ധന്റെ കൂടെ പോയി താമസിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിർമ്മല കന്യകയായിട്ട് വേണ്ടി അവിടെ കൊണ്ടുപോകാൻ. അപ്പൊ ഈ കല്യാണം ഉറച്ച മനുഷ്യരുടെ കാര്യമാണ് ഈ പറയുന്നത്. കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് പാപത്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്നേ. നീതിമാൻ ആരുമില്ല, ഓർത്തം പോലുമില്ല. പക്ഷെ ഇത് ആ തെറ്റുകാരനെ ശുദ്ധീകരിച്ചതാണിത്, പാപം പോക്കിയതാണിത്, പാപത്തിന് പരിഹാരം വരുത്തിയതാണ്. ക്രൂശിച്ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യരെ ശുദ്ധീകരിക്കും. അതാണ് ഇതിനകത്തെ ശക്തി. ഇതിന്റെ രഹസ്യം മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഞാൻ എടുത്തു പറയുന്നത് മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. എന്ത് തെറ്റുണ്ടെങ്കിലും അത് മുഴുവൻ നീക്കി, ഈവൻ അതിൻ്റെ വേര് പോലും പിഴുതു കളഞ്ഞ്, പഴയ പാപത്തിൻ്റെ ബാക്കിയും പറഞ്ഞ് ഞാൻ പാപി പാപി പാപിയാണേ ദൈവമേ, പാപിയാണേ ദൈവമേ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതിയല്ലിത്.
ഞാൻ നേരത്തെ പാടിയതുപോലെ പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം. ഓ പോക്കി എൻ്റെ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. അനുഭവമുള്ളവർ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്നു തീരും എൻ്റെ കഷ്ടമിന്നി മണ്ണിലേ. അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എൻ്റെ കഷ്ടമിന്നി മണ്ണിലേ. അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ പകൽ സമ്മേളനം? എന്നെനിക്കു സാധ്യമോ പകൽ സമ്മേളനം? യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ നല്ലവനെ വല്ലഭനെ പൊന്നു കാന്തനെ. അല്ലത്തിൽ പരന്നു ചേർത്തെടുമനെ. നല്ലവനെ വല്ലഭന് പൊന്നു കാന്തനെ. അല്ലത്തിൽ പരന്നു ചേർത്തെടുമനെ. തുല്യമില്ല ബോധത്തോട് വീണവേ. തുല്യമില്ല ബോധത്തോട് വീണവേ. ഹല്ലേലൂയ ഗാനം പാടിടുവാനാ. ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനാ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താ. നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താ. നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവിൻ്റെ ശക്തി മനുഷ്യരെ നിർമ്മലരാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ രൂപാന്തരപ്പെടുത്തുന്നതാണ്. എന്ത് തിന്മ ജീവിതത്തിലുണ്ടെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വരുന്ന സംഭവിക്കുന്ന കാര്യം ഈ അകം മൊത്തം മാറ്റി. ശരീരം പഴയത്, പക്ഷെ അകം മൊത്തം മാറ്റി ഇതിനെ ശുദ്ധമാക്കി.
മനുഷ്യൻ്റെ തിന്മയ്ക്ക് അന്തം വരുത്തുന്നതാണ്. ഇതാണ് സുവിശേഷം ചെയ്യുന്നത്. തിന്മക്കാരനെ തിന്മ മാറ്റി നേരെയാക്കുന്നു. മദ്യം തിന്മ ചെയ്ത് ജീവിതത്തെ നശിപ്പിച്ചിടത്ത്, കരകയറാൻ രക്ഷയില്ലാത്തിടത്ത് ഒറ്റ ദിവസം കൊണ്ട് ആ മദ്യാസക്തിയുടെ ശക്തിയെ കെടുത്തി ചില സ്പിരിറ്റായ ആത്മാവായി മനുഷ്യരിൽ കുടികൊള്ളുന്നു. അതിനെ ഇറക്കിക്കളഞ്ഞ് സ്വതന്ത്രരാക്കുന്ന ശക്തിയുടെ വ്യാപാരം. മോഹത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും ആത്മാവിൽ പിടിപെട്ടവർ, പല ബന്ധങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിവില്ലാതെ കുടുങ്ങി കിടക്കുന്നവർ, ഈ ശക്തി ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇതാളിനെ അടിമുടി മാറ്റി, മനസ്സിനെ മാറ്റി, ഉള്ളത്തെ മാറ്റി രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. അങ്ങനെ ശുദ്ധി അനുഭവിച്ചവർ തിരിച്ചറിയണം, നീ തിരിച്ചുപോയി പാപത്തിൽ വീഴാനുള്ളതല്ല, തിരിച്ചുപോയി മോഹത്തിൽ വീഴാനുള്ളതല്ല, തിരിച്ചുപോയി തിന്മയിൽ വീഴാനുള്ളതല്ല. നിന്നെ ശുദ്ധീകരിച്ച നിയമ രക്തത്തെ ലബരഹസുനി ഞാൻ പ്രവചിച്ചു വിളിച്ചു പറയും. മലിനമെന്ന് വിചാരിച്ച് അതിനെ അഗണ്യമാക്കി പാപത്തോട് കൂട്ടുകൂടാൻ പാടില്ല എന്നും, കൂടിയാൽ യേശുവിൻ്റെ വകയായിരിക്കില്ല എന്നും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും. അവിടെ പ്രസന്റ് ചെയ്യാൻ അവതരിപ്പിക്കേണ്ടത്, അവസാനം കൊണ്ട് നിർത്തേണ്ടത് നിർമ്മല കന്യകയെ. സകല ഹൃദയത്തെയും അറിയുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത്. ഓരോ വിചാരത്തെയും ന്യായം വിധിക്കുന്നവനാണ് ഇരിക്കുന്നത്. ഉള്ളിലെ മോഹങ്ങളെ തിരിച്ചറിയുന്നവനാണ് അവിടെ ഇരിക്കുന്നത്. വേഷവും ഭാവവും ഇട്ട് ചടങ്ങ് കാണിച്ച് അവിടുത്തെ പ്രസാദിപ്പിക്കാൻ, തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നറിയണം. ഇരുന്നതറിയാം, എഴുന്നേറ്റതറിയാം, നടന്നതറിയാം, കിടന്നതറിയാം. ഈ നാട്ടിൽ ജീവിച്ചപ്പോ എങ്ങനെ ജീവിച്ചു എന്നറിയാം, അറിയാൻ മേലാത്ത വലിയ പട്ടണത്തിൽ ചെന്നപ്പോ എങ്ങനെ പെരുമാറി എന്നറിയാം. മുറിയടച്ച് ഇന്നത്തെ സംവിധാനത്തിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നപ്പോ, ഫോണും കൊണ്ട് കളിച്ചപ്പോ അവിടെ എന്തെല്ലാം കാണിച്ചു എന്നും അറിയാവുന്നവനാണ് അവിടെ ഇരിക്കുന്നത് എന്നറിയാമോ? ജീസസ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കേക്കൂ, ജഡത്തിലെയും ആത്മാവിലെയും. ദൈവത്തിന് മുമ്പാകെ പോകാൻ ഈ ശരീരം ശുദ്ധമായിരിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി മാത്രമേ ഈ ശരീരം കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ശരീരത്തിലെ ഏത് അവയവവും വിശുദ്ധമായി സൂക്ഷിക്കണം. അത് അവിടുന്ന് പരമവിശുദ്ധനാണ്. ഈ ജഡത്തിലെയും പിന്നെ ആത്മാവിലെയും. ഇതിനകത്തൊരാൾ താമസമില്ലേ? ഈ ശരീരത്തിനകത്ത് വേറെ ആളല്ലേ താമസിക്കുന്നത്? ഇതിനകത്ത് ആൾ താമസം ഉണ്ടല്ലോ. ആ ആൾ ശുദ്ധമായിരിക്കണം. അകവും പുറവും ശുദ്ധരായി. വാക്യം ശ്രദ്ധിച്ചേക്കണം. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി. സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. രാത്രി ഇത് ഒത്തിരി പ്രസംഗിക്കാൻ നേരമില്ല. ഏത് തരം ഒരു കാന്തയാണ് സ്വർഗത്തിൽ പോകുന്നത്? അല്ല, പോകുന്ന ആളുകളുടെ സ്വഭാവം. അതാണ് ഇവിടെ പറയുന്നത്, ആളുകളുടെ കാര്യം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ബാക്കി പറഞ്ഞു നിർത്താം. 3-ാം വാക്യം.
കുറ്റം വിധിക്കുവാനല്ല. 2 കൊരിന്ത്യർ 3-3 വാക്യം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല. 2 കൊരിന്ത്യർ 11 വാക്യം. 2 കൊരിന്ത്യർ 11:2 വായിച്ച്, അതിന്റെ 3 വാക്യം. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കേൾക്കുക, പറയോ ബാക്കി ഒന്നുകൂടെ വായിച്ചേക്കാവോ? എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അറിയില്ലേ അതെങ്ങനെയാ സംഭവിച്ചതെന്ന്? വർത്താനം പറഞ്ഞില്ലേ? ദൈവം പറഞ്ഞൊന്നുമല്ല സത്യം. ആ പഴം പറഞ്ഞു നോക്ക്, കാണാൻ എന്തൊരു നല്ല പഴം, കാണാൻ എന്തൊരു ഐശ്വര്യം. ബാക്കി എല്ലാ പഴവും കൂടെ നീ നോക്കുക. തിന്നരുതെന്ന് ദൈവം പറഞ്ഞാണ്. ബാക്കി എല്ലാം കൂടെ നോക്കി, ഇതല്ലേ ഏറ്റവും സുന്ദരം, നോക്ക്, കാണാൻ. പിന്നെ തിന്നെടുത്ത് നോക്കിയാൽ അയ്യോ ഇത്രയും രുചിയുള്ള വേറെ ഒരു പഴം അതിനകത്തില്ല. തിന്നാൻ സൂപ്പർ, ജ്ഞാനം പ്രാപിക്കാൻ സാമ്യം, എല്ലാം കാണിച്ചു കൊടുത്തു. കണ്ണു തുറന്ന് കാണാൻ പറഞ്ഞു. ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞത് നല്ല പോലെ കണ്ടെത്താൻ, എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. വളരെ പറഞ്ഞ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തിക്കോളൂ. എന്ത് സംഭവിച്ചു? ഇവിടുത്തെ വാക്യം തന്നെ എടുക്കാം. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ചെറുക്കന്മാരെ നോക്കി നടക്കാവോ? വേറെ ചെറുക്കന്മാരെ നോക്കി നടക്കുന്ന പെണ്ണിനെ കെട്ടാൻ കൊള്ളാവോ? കല്യാണം ഉറച്ചാൽ പിന്നെ ആ ചെറുക്കനെയല്ലേ ശ്രദ്ധിക്കേണ്ടത്? ആ ചെറുക്കനെ കാത്തിരിക്കണ്ടേ? ആ ചെറുക്കന് വേണ്ടി ഒരുങ്ങണ്ടേ? തയ്യാറാവണ്ടേ? വേണ്ടേ? എല്ലാവരും വേറെ ചെറുക്കന്മാരെ അല്ല, വേറെ വല്ല കാര്യത്തിൽ ഇൻട്രസ്റ്റ്. ഈ ചെറുക്കനെ കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതിനിടെ പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ ഫോണ്, ഇങ്ങനോട് എടുക്കാനും ഒന്നും നേരെയില്ല. വേറെ പല ബിസിനസ് എന്ന് വന്നാലും ജീവിതം പിന്നെ ശരിയാവോ? ഇല്ലല്ലോ. ചെറുക്കനുമായിട്ട് കല്യാണം ഉറച്ചാൽ ആ ചെറുക്കനോടുള്ള ഏകാഗ്രത വേണ്ടേ? നിർമ്മലത വേണ്ടേ? വേണ്ടേ? സ്വാഭാവിക കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ? യേശുവായിട്ടും അങ്ങനെ തന്നെ. നിങ്ങളുടെ മനസ്സ് ലോകത്തിൽ പല കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വരും. അതിന്റെ മോഹങ്ങൾ കാണിക്കാൻ വരും. പഴയ പാപത്തിൽ രസിച്ച കാലം ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരും. അതിന്റെ ചിന്തകൾ കൊണ്ടുവരും. അതിന്റെ ആലോചനകൾ കൊണ്ടുവരും. അതിലേക്ക് പോകാതെ മേലോകത്തിൽ പോണ്ടേ? ഇവിടെ അല്ലല്ലോ നിത്യം താമസിക്കാൻ പോകുന്നത്. മേലോകത്തിൽ കൊണ്ടുപോകാൻ കൊള്ളാത്ത സാധനങ്ങളും വലിച്ചു വാരിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ പോകണമെങ്കിൽ ശരീരം മനസ്സ് ഒരുക്കമായിരിക്കണമെന്ന്, മനസ്സ് ഏകാഗ്രത വേണമെന്ന്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. മുമ്പ് പറഞ്ഞതിന് ബാക്കി ഇന്ന് പറയാനുള്ള പ്രത്യേക സന്ദേശം. പിന്നെ ദൈവത്തിൻ്റെ നിയമം ഉണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 21 അധ്യായത്തിൽ അതിൻ്റെ 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, അല്പം നീണ്ട ഭാഗമാണ്, എന്നാലും വായിച്ചാൽ നിർത്താം. ലേവ്യ പുസ്തകം 21 അധ്യായം 17 മുതൽ 23 വാക്യങ്ങൾ. നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമുക്കൻ, അധികാങ്ങൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെ ഉള്ളവരും അരുത്. പുരോഹിതനായ അഹരോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗത്തിൽ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ.
അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത്. തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തെങ്കിൽ അടുത്തു വരികയും അരുത്. അവൻ അംഗഹീനനല്ലോ. അവൻ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. മോശ ഇത് അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. കേൾക്കൂ. ദൈവത്തിന് പഴയ നിയമത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവരായിരുന്നു അഹരോനും അദ്ദേഹത്തിൻ്റെ മക്കളും പിൻതലമുറക്കാരും. അവർക്ക് കൊടുത്ത നിയമമാണ് ആ കൂട്ടരിൽ അംഗവൈകല്യമോ വികലതയോ ഉള്ള ഒരാളും ആ ശുശ്രൂഷയിൽ അടുത്ത് വരരുത്. കാരണം ഇത് അതിപരിശുദ്ധ കാര്യമാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷ അതിപരിശുദ്ധ കാര്യമാണ്. അതാ കൃത്യം അംഗവൈകല്യങ്ങളില്ലാതെ യോഗ്യതകളുള്ളവർ മാത്രം ചെല്ലണമെന്ന്. 5 വിരലിന് വരെ 4.5 വിരലേ ഉള്ളോ പോകാൻ പാടില്ല. 6ാമതൊരെണ്ണം ഉണ്ട്, പോകാൻ പാടില്ല. മൂക്കിച്ചെടുത്താന്ന് പതിഞ്ഞു പോയോ അയാൾ വരാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രമാണമാണ് ഞാൻ പറയുന്നത്. ഞാൻ വെളിപ്പാടുകളുടെ വെളിച്ചത്തിൽ വചനം വിളിച്ചു. മണവാട്ടിയല്ലേ? പരമസുന്ദരന്റെ മണവാട്ടിയല്ലേ? 10,000ങ്ങളിൽ സുന്ദരന്റെ മണവാട്ടിയല്ലേ? അവന്റെ സൗന്ദര്യത്തിന് ചേരുന്ന സൗന്ദര്യം വേണ്ടേ? 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 നമുക്കില്ലത് തരാൻ അവിടുന്ന് കനിഞ്ഞു. സ്വഭാവത്തിന് മാറ്റം വരുത്തി. സ്വർഗീയ ചിന്തകൾ നിറയ്ക്കാൻ വചനം തന്നു. അതുകൊണ്ട് നിറച്ചോണം, അത് ധ്യാനിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത് ചിന്തിച്ച് ജീവിക്കണം. മിഥ്യാബോധത്തിൽ ഒത്തിരി പേര് ജീവിക്കുന്നു. ഒരു പേര് പറഞ്ഞ് ഇതിനകത്ത് കയറി നിങ്ങളും കാന്തയാന്നും പറഞ്ഞ് ജീവിക്കുന്നു. അല്ലെന്നേ, അല്ല അല്ല. അവൻ്റെ വിശുദ്ധിക്കും അവിടുത്തെ പവിത്രതയ്ക്കും ചേരുന്നവരെ മാത്രം ആ രാജ്യത്തിൽ കൊണ്ടുപോകും. അല്ലാതെ വികലത ഭവിച്ച ഒരെണ്ണത്തെ നാട്ടിൽ കയറിയല്ല. ശരീരം നോക്കും, ആത്മാവ് നോക്കും, മനസ്സ് നോക്കും, ഹൃദയം നോക്കും. ഇവിടെ എല്ലാം തന്നെത്താൻ ഒരുക്കി പോകുന്ന വീടിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ആരുമായി ജീവിക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിന് തയ്യാറാകുന്നവർക്കുള്ളാണ് ആ രാജ്യം എന്ന് ഇന്ന് രാത്രി എടുത്തു പറയാൻ എനിക്ക് നിയോഗം. ഞങ്ങളുടെ ദർശനം പറയുന്നു, വികലതയുള്ള, ശരീരം ചുരുങ്ങിപ്പോയ, കോട്ടം ഭവിച്ച ഒരു സ്ത്രീയെ പോലെ ജീവിക്കുന്ന കുറെ മനുഷ്യർ, ആത്മജീവിതത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത കുറെ മനുഷ്യർ, തങ്ങളുടെ തന്നിഷ്ടത്തിനും തങ്ങൾക്ക് തോന്നിയതെല്ലാം ജീവിച്ചു വെച്ച് ആത്മീയം പറയുന്ന കുറെ മനുഷ്യർ. ഇന്ന് രാത്രി ദൈവം നിന്നെ കാണുന്ന വിധം ഞാൻ ആത്മാവിൻ്റെ വെളിപ്പാടിനാൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷം പ്രസംഗിക്കുന്നു. നിനക്കുള്ളതല്ല ദൈവരാജ്യം. ശുദ്ധ കാന്തക്കുള്ളതാണ് ദൈവരാജ്യം. തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദൂതന്മാർക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കത്തക്ക കാന്ത, സകലരെയും വിളിച്ച് കാണിക്കാൻ തക്ക യോഗ്യതയുള്ള കാന്ത. ഞാൻ എടുത്തു പറയുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.
രൂപാന്തരപ്പെടുത്താൻ ശക്തിയുണ്ട്, തേജസ്കരിക്കുവാൻ ശക്തിയുണ്ട്, മഹത്വം ധരിപ്പിക്കാൻ ശക്തിയുണ്ട്. ശക്തിയുടെ വ്യാപാരം അയച്ച് ആളുകളുടെ ഇടയിലേക്ക് തീപ്പന്തം എടുത്തെറിയുന്നത് പോലെ ജനത്തെ ജീവിപ്പിക്കുവാൻ, ജനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ആത്മശക്തിയുടെ വ്യാപാരം ദേശത്ത് പരത്തുവാൻ ദൈവത്തിന് ആളുകളെ വേണ്ടിടത്ത് ചടങ്ങ് പറയുവാൻ, അഭ്യാസം കളിക്കുവാൻ, ഇതിനുള്ള മണ്ഡലമല്ല ആത്മീക ജീവിതം, ഇതിനുള്ള മണ്ഡലമല്ല ആത്മീക ശുശ്രൂഷ. ആത്മീക ശുശ്രൂഷ ദൈവത്തിന്റെ മഹത്വത്തിന്റെ അഗ്നി അകത്ത് കത്തുന്നതാണ്, ശരീരത്തിൽ കത്തുന്നതാണ്, കുടുംബത്തിൽ കത്തുന്നതാണ്, ജീവിത മണ്ഡലം മുഴുവൻ വ്യാപരിക്കുന്നതാണ്. അങ്ങനെയുള്ള ശോഭയുള്ള ഒരു കാന്തയ്ക്ക് വേണ്ടി യേശു വരാൻ പോകുന്നു. വരും, അവിടുന്ന് വരും, അവിടുന്ന് വരും, അവിടുന്ന് വരും. കാഹളം ധ്വനിക്കും, കാഹളം ധ്വനിക്കും, ഈ ആകാശം പിളർക്കും. ജീസസ്, ജീസസ്, ജീസസ്. ഭൂമിയിൽ നീ കൂട്ടർ എഴുന്നേറ്റ് ആകാശമേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. രാത്രി എന്ത് പറയുന്നു? അങ്ങനത്തെ കാന്തയാണോ നിങ്ങൾ? ഉറപ്പുണ്ടോ? മനസ്സതിൻ്റെ കോണം ശുദ്ധമാണോ? ശരീരം അതിനകം ശുദ്ധമാണോ? പറയുന്ന വാക്കും ജീവിതവും ഒരുപോലെയാണോ? വഞ്ചിക്കപ്പെടരുത്, തന്നെത്താൻ വഞ്ചിക്കരുത്. യേശു വരുന്നു എന്ന് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഒരുങ്ങിയിരിക്കുവിൻ. ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പാട്ടില്ലേ, 10,000 പേരുകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുത്തൻ മാത്രം. അവിടത്തേക്ക് ചേരുന്നൊരു കാന്ത വേണം. ഈ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാവണം, പക്ഷെ ഇതിനകത്ത് രൂപാന്തരം ഇപ്പോഴുണ്ടാവണം. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി ഇതിനകത്ത് താമസിക്കണം. ഉണ്ടായിരുന്നു പണ്ടങ്ങനെ പാട്ട്, ദൈവത്തിൻ്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. പാടിയ കാലങ്ങൾ ഓർമ്മയുണ്ടോ? ഇതിനകത്ത് അപ്രകാശം ഇറങ്ങി ഇത് മുഴുവൻ ജ്വലിപ്പിച്ച് ജീവിക്കുന്നൊരു മണ്ഡലത്തിന് വേണ്ടി രാത്രി സമർപ്പിച്ചു കൊടുക്കുമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? My God. ആത്മശബ്ദത്തിന് ചെവി കൊടുക്കാൻ മനസ്സുള്ളവർ ചെവി കൊടുക്കുമോ? ഇത് നിർബന്ധത്തിൻ്റെതല്ല, ഇത് സമ്മർദ്ദത്തിൻ്റെതല്ല. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇത് സ്വല്പസമയം എടുക്കുമോ? ഇത് കേട്ടിട്ട് വെറുതെ പോകല്ലേ. ഞാൻ വിളിച്ചു പറയട്ടെ, യേശു വരുന്ന സഹോദരങ്ങളെ, വരുന്നു. അതിൻ്റെ കാലം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പലരും ജനറൽ കൺവെൻഷനിൽ ശനിയാഴ്ച രാത്രി ഞാൻ പ്രസംഗിച്ച പ്രസംഗം കേട്ടവരാവും, അല്ലെങ്കിൽ കേൾക്കണം, ഓൺലൈനിൽ കിടപ്പുണ്ട്. ലോകത്തിലെ സംഭവങ്ങളെല്ലാം നോക്കിയാൽ അതിനും ദൂരെയല്ല എന്ന്, വളരെ അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ തന്നെത്താൻ വെടിപ്പാക്കാനുള്ള കാലം, കുറവുകളെ പരിഹരിക്കാനുള്ള കാലം, പാപത്തിലേക്കും ലോകമോഹങ്ങളിലേക്കും ഇറങ്ങിപ്പോകാതെ അതിൽ നിന്ന് വേർപെട്ട് വരാനുള്ള സ്വർഗരാജ്യത്തിന് വേണ്ടി തയ്യാറാവാനുള്ള കാലം. ഒന്ന് ഹൃദയങ്ങളെ പണക്കുമോ? ഒന്ന് ശോധന ചെയ്യുമോ? ആ ശുദ്ധകാന്തയാണോ ഞാൻ എന്ന് സ്വയം ഒന്ന് ചോദിക്കാമോ? ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ, ആ വികലതകൾ എവിടെ വന്നുവോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിശേഷ പ്രവൃത്തി ജീവിതത്തിൽ വന്നിറങ്ങുവാനായി ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവോ? ഏൽപ്പിച്ചു കൊടുക്കുവോ? അനുതാപത്തോടെ, വിലാപത്തോടെ ദൈവത്തിൻ്റെ അടുക്ക വന്ന് ആത്മീയ ജീവിതത്തെ ഗൗരവമായി കാണണം. ഒരു സെക്കൻഡ് നേരം മറിച്ചാവരുത്. ഇതിലോരോ മിനിറ്റും പ്രധാനമാണ്, ഓരോ സെക്കൻഡും പ്രധാനമാണ്, ഓരോ ചിന്തകളും പ്രധാനമാണ്, ഓരോ വർത്തമാനങ്ങളും പ്രധാനമാണ്, ഓരോ പ്രവൃത്തികളും ഓരോ തീരുമാനങ്ങളും പ്രധാനമാണ്. ഒരുക്കുവാൻ
ഇന്ന് രാത്രി ആത്മാവ് പറയും. ഞാൻ എടുത്തു പറയുന്ന വികലത പരിഹരിക്കുവാൻ ആത്മാവ് പറയുന്നു. ഹൃദയങ്ങളെ വടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? നാട്ടിലും ഇന്ന് രാത്രി ഈ വചനം കേട്ടവരെ, ദൈവത്തിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ അങ്ങനെ വീടുണ്ട്, അക്ഷരാർത്ഥത്തിൽ ഒരു വീടുണ്ട്, വരാൻ പോകുന്നു. പോയി താമസിക്കാൻ മനുഷ്യരെ ഒരുക്കുകയാണ്, തയ്യാറാക്കുകയാണ് ഈ സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് നല്ല അവസരമാണ്. ഈ വിവരം കൂടുതൽ അന്വേഷിക്കാൻ മനസ്സുണ്ടെങ്കിൽ അന്വേഷിക്കൂ. യേശുവിനോട് വാക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയൂ. ജീവിക്കുന്നവൻ, സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ, വേഗം വരുന്നവൻ സത്യമായി വരും. ഒരുങ്ങണമേ. ഹൃദയം തുറന്ന് രാത്രി പറയുമോ, എനിക്കും കൂടെ അങ്ങയുടെ കൂടെ വരണം, അങ്ങയുടെ വീട്ടിൽ താമസിക്കണം, ഞാനതിന് വാക്ക് പറയുന്നു എന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ നിമിഷം ഉപയോഗിച്ചോളൂ. ഇതിനകത്ത് നിൽക്കുന്നവരും രാത്രി തങ്ങളെ തന്നെ ഒരു നിമിഷം കൂടി ഒരുക്കി പ്രാർത്ഥിക്കണമേ. പിതാവേ, അങ്ങയുടെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും ഒരു വ്യാപാരം ഇന്ന് രാത്രി ഈ പന്തലിനകത്തേക്ക് വരണമേ, ഈ ദേശത്തേക്ക് വരണമേ. ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം പ്രത്യേകമായി എഴുന്നള്ളി വരണമേ. അങ്ങയുടെ മഹത്വം ജനത്തെ സന്ദർശിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയെ കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ വേഷം കെട്ടലുകൊണ്ട് അങ്ങയെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, രാത്രി അങ്ങയുടെ പ്രവൃത്തിക്കായി ഞങ്ങളെ വിധേയപ്പെടുത്തുവാൻ കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒരുക്കണമേ. ഓ